ഇന്നത്തെ ഈ ചടങ്ങിനുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവഹിതം നടത്തുമെന്ന് പറഞ്ഞ ചാവറയച്ചിന് ശേഷം ദൈവഹിതം മാത്രമാണ് ജീവിതചര്യം എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മറിയം ത്രേസ്യ. സഹനത്തിൻ്റെ കാസ മട്ടോളം കുടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അൽഫോൺസാമയ്ക്ക് ശേഷം ഇതാ പഞ്ചക്ഷതധാരിയായ മറിയം ത്രേസ്യ, മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞ എവുപ്രാസാമയ്ക്ക് ശേഷം ഇതാ മറിയം ത്രേസ്യ. റോമിലേക്ക് എല്ലാ ദൃശ്യങ്ങളും എല്ലാ കണ്ണുകളും ഇപ്പോൾ റോമിലെ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ലൈവ് വന്നുകൊണ്ടിരിക്കുന്നു. മറിയം ത്രേസ്യാമ്മയുടെ ഒപ്പം മറ്റ് 4 വിശുദ്ധരുടെയും നാമകരണ നടപടികൾ. നമുക്ക് ഇപ്പോൾ റോമയിലേക്ക് പോകാം, വത്തിക്കാനിലേക്ക് പോകാം, പ്രാർത്ഥനാപൂർവമായിരിക്കാം. വത്തിക്കാനിലായിരിക്കും അനേകായിരങ്ങൾ നിറഞ്ഞ വാറ്റിക്കൻ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ നിമിഷം. നമ്മുടെ വിശുദ്ധരാവാൻ പോകുന്നവരുടെ പടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രൊസഷൻ ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നു. കുർബാന ആരംഭിച്ചിരിക്കുന്ന പ്രൊസഷൻ ആദ്യം നമ്മൾ കാണും നമ്മുടെ ആലഞ്ചേരി പിതാവിനാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പിതാക്കന്മാരെല്ലാം നിരനിരയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുറകിലായി മാർപ്പാപ്പയും വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണെന്ന് തോന്നുന്നു മലയാള ഗാനം, നമ്മുടെ കൊയർ ആലപിക്കുന്ന മലയാള ഗാനം ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാര ചിഹ്നമായ കുരിശും പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുകയാണ്. കൊയർ പാടുന്നു, എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്നു. സഹകാർമ്മികരായ മെത്രാന്മാര് അൾത്താര വന്ദിക്കുന്ന ഒരു കർമ്മം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി പ്രധാന അൾത്താരയിലേക്ക് കയറി അത് ധൂപിക്കുന്ന ഒരു കർമ്മം കൂടിയുണ്ട്. ഇതിനു ശേഷം നമുക്ക് ഭാരതത്തിൽ നിന്നുള്ള ഇപ്പോൾ കാർഡിനൽസിനെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവ് അവരെ ആൾക്കാരുടെ എടുക്കുമ്പോൾ അവരുടെ അധികാരം തൊപ്പിയെടുത്ത് മാറ്റി. ആലഞ്ചേരി പിതാവിന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രിഫെക്റ്റാണ്. പ്രാർത്ഥനാപൂർവ്വം അണിനിരന്നിരിക്കുന്ന വിശ്വാസികൾ, ജപമാല കൈകളിലേന്തി പ്രാർത്ഥനാപൂർവ്വം അണിനിരന്നിരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും വലിയ ദൈവാനുഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹീത നിമിഷം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. Sono tanti i fedeli ad assistere al rito. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ മനോഹരമായ അറേഞ്ച്മെന്റ്സ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടുന്നത്. ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചുകൂടുന്നത്. ഇറ്റാലിയൻ പ്രസിഡന്റ് മത്തറെല്ല അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം സന്നിഹിതനാണ് ഇന്നത്തെ ഈ ചടങ്ങിനായിട്ട്. ഇറ്റാലിയൻ ഒരുപാട് മന്ത്രിമാർ പോലും ഇന്നത്തെ ചടങ്ങിൽ അവിടെ പങ്കെടുക്കുന്നു. മാർപ്പാപ്പ ഇപ്പോൾ മുകളിലേക്ക് കയറി പരിശുദ്ധ അൾത്താരെ വണങ്ങുന്നു. അതിനുശേഷം മാർപ്പാപ്പയുടെ ധൂപാർപ്പണം. ഒരുപക്ഷെ ലത്തീൻ ക്രമത്തിലെ കർമ്മങ്ങൾ അറിയാവുന്നവർക്ക് ഇത് വളരെ സുപരിചിതമായ കാര്യങ്ങളാണ്. മാർപ്പാപ്പ ഇപ്പോൾ പരിശുദ്ധ ധൂപം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കോരിച്ചൊരിയുന്ന വലിയ അനുഗ്രഹീതമായ നിമിഷമാണ്. ഇന്നത്തെ കുർബാന ലത്തീൻ ഭാഷയിലാണ് മാർപ്പാപ്പ ചൊല്ലുക. അതിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ലത്തീൻ ഭാഷയിലാണ് ചൊല്ലുക. അതോടൊപ്പം തന്നെ പോർച്ചുഗീസ്, അതുപോലെ മറ്റു പല ഭാഷകളും ചൈനീസ് ഉൾപ്പെടെയുള്ള ഭാഷകളിലുള്ള പ്രാർത്ഥനകൾ വരുന്നുണ്ട്. വായനകൾ ഇംഗ്ലീഷിലും ഇറ്റാലിയനിലും ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഇപ്പോൾ ധൂപിക്കുന്നു. വത്തിക്കാൻ കൊയറിന്റെ മനോഹരമായ പ്രാർത്ഥനാഗാനം. Vediamo sullo sfondo, sulle logge della basilica, gli arazzi dei 5 nuovi santi. മാർപ്പാപ്പ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോവുകയാണ്. മാർപ്പാപ്പയോടൊപ്പം ആൻഡ്രൂസ് താഴത്ത് പിതാവും അതോടൊപ്പം
In nomine Patris et Filii et Spiritus Sancti. Amen. Pax vobis. പരിശുദ്ധാത്മാവിനുള്ള ഗാനം വേനി സ്പിരിറ്റോ ക്രിയേറ്റോ, ലത്തീനിലുള്ള മനോഹരമായ ഗാനം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരിക, സ്വർഗീയ സിംഹാസനത്തിൽ നീ എഴുന്നള്ളി വരിക, ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടേതായി സ്വന്തമാക്കുക. ഏറ്റവും മനോഹരവും പഴയതുമായ ഒരു ഗാനമാണ്. ഗ്രിഗോറിയൻ ചാൻഡിൻ്റെ മനോഹാരിത മുഴുവൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരവിനും ഒരു ഇൻഫില്ലിങ്ങിനും വേണ്ടി എല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന് വലിയൊരു നിറവുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. അങ്ങ് സഹായകനെന്ന് വിളിക്കപ്പെടുന്നു. ജീവൻ്റെ ഉറവയാണ്, ജീവൻ്റെ അഗ്നിയാണ്, സത്യസ്നേഹമാണ്. ഞങ്ങളിൽ വന്ന് നിറയുക. ഈ സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഭാരതത്തിൻ്റെ ആ പതാകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒത്തിരിയധികം കേരളത്തിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തുള്ള ആൾക്കാർ പോലും മലയാളികൾ എല്ലാവരും ചേർന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം കൗസ ദ ലസാന്തി കോഴ്സ് ഓഫ് സയൻസിൻ്റെ പ്രിഫെക്റ്റായ കാർഡിനൽ ജോവാന്നി ആഞ്ചലോ ബെച്ചു 5 പോസ്റ്റുലേറ്റർമാരോടും കൂടെ മാർപ്പാപ്പയുടെ അടുത്തേക്ക് വന്ന് ഇവരെ 5 പേരെയും വിശുദ്ധരാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ചടങ്ങാണ് കർദിനാള് അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധരുടെയും പേര് പറഞ്ഞ് പരിശുദ്ധ പിതാവിനോട് അപേക്ഷിക്കുന്നു, ഇവരെ തിരുസഭയിൽ വിശുദ്ധരാക്കി ഉയർത്തണമേ എന്ന്. Beatos Ioannen Enrico Newman, Josefina Vannini, Mariam Theresian Ciramel Manchidian, Lucien Lopez Pontes et Margarita Bais. Il beato John Henry Newman nacque a Londra il 21 aprile 1801. Divenne ministro della Chiesa anglicana e nell'ambito dell'attività universitaria fondò il movimento di Oxford. Dopo attenta riflessione e approfonditi studi sulle origini del cristianesimo, chiese di essere accolto nella Chiesa cattolica. Nel 1847 fu ordinato presbitero. ആംഗ്ലിക്കൻ സഭയിൽ ജനിച്ച് ആംഗ്ലിക്കൻ സഭയിൽ തന്നെ ജീവിച്ച് വൈദികനായി, പക്ഷേ തിരിച്ചറിവിന്റെ കാലഘട്ടങ്ങളിൽ പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നയിക്കലിലൂടെ സത്യസഭ കത്തോലിക്ക സഭയാണെന്നറിഞ്ഞ് തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് കാർഡിനലായിട്ട്, മരണത്തിന്റെ അവസാന വർഷങ്ങളിലാണ് അദ്ദേഹത്തെ കാർഡിനലായിട്ട് ഉയർത്തുന്നത്. മെത്രാനാവാതെ നേരിട്ട് കാർഡിനലായ ഒരു അംഗീകാരമായിട്ടൊരു അറിയപ്പെടുന്ന തിയോളജിയൻ എന്ന നിലയിൽ ഒത്തിരി പേർക്ക് മാതൃകയായതാണ് സത്യസഭയിലേക്ക് തിരിച്ചു വരാൻ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന്.
La beata Giuseppina Vannini al secolo Giuditta nacque a Roma il 7 luglio 1859. Dopo aver superato alcune ചെലിയിൽ difficoltà, തന്നെയുള്ള nel വിശുദ്ധയായ 1891 ജോസഫീന aderì al വന്നീനി progetto del padre Camilliano Luigi Tezza di istituire una congregazione femminile secondo lo spirito di servizio ai poveri e agli infermi കമീലസ് di എന്ന് San പറഞ്ഞ Camillo വിശുദ്ധന്റെ dell'Elena. ആധ്യാത്മികത ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു L'anno കോൺഗ്രിഗേഷൻ seguente അവർ indossò തുടങ്ങി. l'abito കമീലിയൻ religioso, സിസ്റ്റേഴ്സ് assumendo il nome di അതുവരെ Sor ഉണ്ടായിരുന്ന Maria കമീലിയൻ Giuseppina, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സന്യാസഭയായിരുന്നു. അതേ സ്പിരിച്വാലിറ്റി സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ടെർമിനലി ഇല്ലായിരിക്കുന്നവർക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾ, ക്യാൻസർ രോഗികൾ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭ. con eroica generosità al loro servizio. ജോസഫീന വന്നീനി Retta superiore ചെലിയിൽ del നിന്നുള്ള nuovo വിശുദ്ധ. istituto, le figlie di San Camillo, ufficio al quale attese con zelo e fedeltà fino alla morte, che avvenne il 23 febbraio 1911. Il sommo pontefice San Giovanni Paolo II nel 1994 l'annoverò tra i beati. La beata Maria Andresia Kramer-Mandekidian നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ മറിയം ത്രേസ്യയാണ് ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നത്. മറിയം ത്രേസ്യ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അമ്മയെ വിശുദ്ധയാക്കണമെന്നാണ് ഇപ്പോൾ കാർഡിനൽ ബെച്ചു പരിശുദ്ധ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ കാണുന്നു മറിയം ത്രേസ്യ അമ്മയുടെ മനോഹരമായ ചിത്രം. നമുക്ക് ഭാരതത്തിനും കേരളത്തിനും അഭിമാനിക്കാൻ തക്കവിധം വത്തിക്കാൻ സ്ക്വയറിൽ ഇത് തൂക്കപ്പെട്ടിരിക്കുന്നു. തിരുസഭയിലേക്ക് ഉയർത്തപ്പെടുന്നു മറ്റൊരു വിശുദ്ധ കൂടി. Cercò con intima convinzione la radicalità nella consacrazione religiosa, ideale കയ്യിൽ che കുരിശും പിടിച്ചുകൊണ്ട് സഹനത്തെ പുൽകിയ പഞ്ചക്ഷതധാരിയായ പ്രിയപ്പെട്ട മറിയം ത്രേസ്യമ്മ ഹോളി ഫാമിലി കോൺഗ്രിഗേഷന്റെ സ്ഥാപക. giugno 1926. മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഡേറ്റുകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ സമയത്ത് പറയുന്നു. La beata Dulce Lopez Pontes, al secolo Maria Rita, nacque in Dulce Brasile, a Lopez São Pontes, Salvador de ബ്രസീലിയൻ Bahia, il വിശുദ്ധയെക്കുറിച്ചാണ് 26 maggio ഇപ്പോൾ പറയുക. 1914. ഒരു സോഷ്യൽ റിഫോർമേഷൻ കൊണ്ടുവരാനും പാവങ്ങളുടെ ശബ്ദമായി മാറാനും കഴിഞ്ഞ ബ്രസീലിൽ നിന്നുള്ള സിസ്റ്റർ ദുൾച്ചെ ലോപ്പസ് പോണ്ടസ്. മദർ തെരേസ ഇവൻ ബ്രസീലിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് തന്നെ 2 തവണ സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തതാണ്. അത്രയേറെ സ്നേഹിക്കപ്പെട്ട അമ്മയാണ്. വിശുദ്ധ കൽക്കട്ടയിലെ മദർ തെരേസ അമ്മയെ പ്രത്യേകമായി സന്ദർശിച്ചിരുന്നു. അവർ തമ്മിൽ കണ്ടുകൊണ്ടിരുന്നു. 2 മദർ തെരേസകൾ തമ്മിൽ. Con una straordinaria carità seppe conquistare il cuore di tutti. Il 13 marzo 1992 si spense a São Salvador de Bahia. Nel 2011 il sommo pontefice Benedetto XVI l'annoverò tra i beati. La beata Margherita Bais nacque l'8 settembre 1815 in Svizzera, alla Pierraz, frazione di Siverier, nel cantone di അൽമായാണ്. ഈ 5 പേരിൽ ഏക അൽമായാണ്. അമ്മ ജീവിച്ചിരുന്ന ആ ഒരു ഗ്രാമം വിട്ട് പോയത് തന്നെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്തും പാവങ്ങളെ ശുശ്രൂഷിച്ചും ചെറിയ ശുശ്രൂഷകൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയും ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കാതെയും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുമെല്ലാം ഒത്തിരി ചെറിയ മിനിസ്ട്രി ചെയ്ത വളരെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഒത്തിരി പ്രിയപ്പെട്ട അമ്മ. അവരുടെ സ്വന്തം ഇടവകയിൽ ഒരുപാട് സഹായിച്ച, ഇടവകയിലെ കുട്ടികളെ പഠിപ്പിച്ച, കാറ്റഗിസം പഠിപ്പിച്ച, അങ്ങനെ ആ ഇടവകയോട് ചേർന്ന് ജീവിച്ചൊരു വിശുദ്ധ. അൽമായർക്കുള്ള വലിയൊരു മാതൃക. ഇടവകയിലൂടെ എങ്ങനെ വിശുദ്ധരാകാം, ചെറിയ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ വിശുദ്ധരാകാം. Sostenne le opere missionarie e contribuì alla diffusione della stampa cattolica. La sua vita കാലഘട്ടത്തിന്റെ വിശുദ്ധയാണ് അവർ. കാലഘട്ടത്തിന്റെ വിശുദ്ധ per sempre legata a Cristo crocifisso. യേശുവിന്റെ കുരിശുമായിട്ട്, ആ കുരിശിലെ സഹനങ്ങളുമായിട്ട് ഒരുപാട് ചേർന്ന് നിന്ന വിശുദ്ധ. giugno 1879. Il sommo pontefice San Giovanni Paolo II ജോൺ പോൾ രണ്ടാമൻ തന്നെയാണ് ഇവരെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചത്. കാരണം ഇവരൊക്കെ കാലഘട്ടത്തിന്റെ വിശുദ്ധരാണ്. Recentemente Vostra Santità ha approvato i voti favorevoli della sessione ordinaria dei cardinali e മാർപ്പാപ്പ vescovi della അടുത്ത് നടന്ന Congregazione delle Cause dei മീറ്റിംഗിൽ ഇവർക്ക് 5 പേർക്കും അനുകൂലമായിട്ട് വോട്ടുകൾ ലഭിച്ചു. അവരെ വിശുദ്ധരാക്കാൻ ആ മീറ്റിംഗിൽ തീരുമാനിച്ചു. അത് മാർപ്പാപ്പയെ അറിയിക്കുന്നു. മാർപ്പാപ്പയോട് അതിനുവേണ്ടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് അവരെ വിശുദ്ധനാക്കാനായിട്ട്. 5 പേരെയും തിരുസഭയിൽ വിശുദ്ധരായി ഉയർത്തണമേ എന്ന് കാർഡിനൽ ബെച്ചു ഈ നിമിഷം അവരുടെ ജീവചരിത്രം ഒരു വട്ടം വായിച്ചതിന് ശേഷം തിരുസഭയ്ക്ക് മുമ്പാകെ അഭ്യർത്ഥിക്കുന്നു.
del 1 luglio del corrente anno Vostra Santità stabilì la data odierna അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഇവരുടെ കാനനൈസേഷൻ്റെ ഡോക്യുമെൻ്റ് മാർപ്പാപ്പ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി നൽകണമെന്നുകൂടെ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. സമയം വളരെ മനോഹരമായ വിശുദ്ധരുടെ ലുത്തിനിയാണ്. സകല വിശുദ്ധരുടെയും ലുത്തിനിയ വലിയ അനുഗ്രഹത്തിൻ്റെ പൂമഴ ഒഴുകുന്ന വളരെ മനോഹരമായിട്ട് നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ അനുഭവം നൽകുന്ന സകല വിശുദ്ധരുടെയും ലുത്തിനിയ. കാരണം ഇവരുടെ പേരുകളും അങ്ങോട്ട് ആഡ് ചെയ്യപ്പെടേണ്ടതാണ്. 5 പേരുടെ പേരുകൾ കൂടി ഈ ലുത്തിനിയയിൽ മറ്റൊരു കാലഘട്ടത്തിൽ ആഡ് ചെയ്യപ്പെടേണ്ടതാണ്. Fratelli carissimi, Dio Patri Onnipotenti, preces nostras per Iesum Christum levemus, ut Beate Mariae Virgines, et omnium sanctorum suorum intercessione, sua gratia sustiniat, id quod soleniter acturissimus. ഇരിയേലിസോൻ കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ, കർത്താവെ കനിയണമേ എന്നുള്ള മനോഹരമായ ലുത്തിനിയ, സകല വിശുദ്ധരുടെയും ലുത്തിനിയ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സകല വിശുദ്ധർക്കൊപ്പം പ്രാർത്ഥിക്കാം. സകല വിശുദ്ധർക്കൊപ്പം നമുക്കും ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. വിശുദ്ധരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സെന്റ് മൈക്കിൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ലുത്തിനിയ ചൊല്ലുന്ന പോലെ ലത്തീൻ ഭാഷയിൽ അവിടെ മനോഹരമായിട്ട് ഗ്രിഗോറിയൻ ചാൻഡിൻ്റെ ആ മനോഹാരിതയിൽ അത് അവതരിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത് ശ്രമിക്കാം. ഭാരതത്തിൽ നിന്നുള്ള അനേകരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരേപോലെ കരങ്ങൾ കൂപ്പി സകല വിശുദ്ധരുടെയും ലുത്തിനെ ഇപ്പോൾ പാടി പ്രാർത്ഥിക്കുന്നു. ശരിക്കും വിശ്വാസത്തിൻ്റെ വലിയ മഹോത്സവം തന്നെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം വൈദികർ, ആ വെള്ള വസ്ത്രം ധരിച്ച ഇത്രയധികം വൈദികർ ഈ കുർബാനയിൽ സഹകാർമ്മികരാകുന്നു. എണ്ണാൻ സാധിക്കാത്ത അത്രയും വൈദികരുണ്ട്. ആംഗ്ലിക്കൻ സഭയിൽ നിന്നുള്ള വൈദികരെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാണുക. വേറെ പ്രത്യേകമായ കറുത്ത വസ്ത്രം ധരിച്ച തീർച്ചയായിട്ടും അവരുടെ ഒരു പങ്കാളിത്തം കാർഡിനൽ ന്യൂമാൻ ആ സഭയിൽ നിന്ന് വന്ന ആളെന്നുള്ള രീതിയിൽ അവരുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. എക്യുമെനിസത്തിൻ്റെ വലിയൊരു നേർക്കാഴ്ചയാണ് കാർഡിനൽ ന്യൂമാൻ്റെ വിശുദ്ധ നാമകരണ നടപടി കൂടി. ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ആ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ലത്തീനിലും ഇറ്റാലിയനിലും പല ഭാഷകളിലായിട്ട് അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും മനോഹരമായിട്ട് അറിഞ്ഞ് തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കും.
വത്തിക്കാനിൽ ഇപ്പോൾ ഏകദേശം സമയം 10:30 നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ വിശ്വാസികളെല്ലാം കഠിന തീക്ഷ്ണതയോടെ തന്നെ ഈ വിശുദ്ധരുടെ ഈ ലുത്തിനിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധരുടെ ലുത്തിനിയയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ അവസാന ഭാഗത്തിന് ശേഷം മാർപ്പാപ്പ ഒരു പ്രാർത്ഥന ചൊല്ലി ഈ വിശുദ്ധരുടെ ലുത്തിനിയ അവസാനിപ്പിക്കുന്നു. തുടർന്നാണ് ഇന്നത്തെ കാനനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുക. കാനനൈസേഷൻ ഫോർമുല ഉച്ചരിച്ചുകൊണ്ട് ഇവരെ വിശുദ്ധർ എന്ന് മാർപ്പാപ്പ നാമകരണം ചെയ്യും. ഇതിനുശേഷം ഈ വിശുദ്ധരുടെ ലുത്തിനിയുടെ അവസാന ഭാഗം വളരെ മനോഹരമാണ്. ഫ്രം ഓൾ ഈവിൾ, ഫ്രം എവറി സിൻ, ഫ്രം എവർലാസ്റ്റിംഗ് ഡെത്ത്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ജനം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ബൈ യുവർ ഇൻകാർണേഷൻ, ബൈ യുവർ ഡെത്ത് ആൻഡ് റിസറക്ഷൻ, ബൈ ദ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഞങ്ങളെ നീ സ്വീകരിക്കണമേ എന്ന് ജനം പ്രാർത്ഥിക്കുന്നു. Preces populi tui, quae sumus Domine, benignus admite, ut quod famulatum nostro gerimus, et tibi placeat, et ecclesiae tue proficiat incrementis. Per Christum Dominum nostrum. ഉടനെ തന്നെ കാനനൈസേഷൻ ഫോർമുല ഉച്ചരിച്ചുകൊണ്ട് ഇവരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് മാർപ്പാപ്പ പേര് ചൊല്ലി ചേർക്കുകയാണ്. ആ പ്രാർത്ഥന മനോഹരമായ അതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കേൾക്കാം. മാർപ്പാപ്പയെ സ്ഥാന ചിഹ്നങ്ങൾ അണിയിക്കുന്നു. ഔദ്യോഗികമായ സ്ഥാനിക ചിഹ്നങ്ങളോട് കൂടിയിട്ടാണ് ഈ ഇത് അദ്ദേഹം പേര് ചൊല്ലി വിളിക്കുക. ഇരുന്നുകൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ട ത്രിത്വത്തിൻ്റെ ബഹുമാനത്തിനായി കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഉയർച്ചയ്ക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വർധനത്തിനും വേണ്ടി യേശുക്രിസ്തുവിൻ്റെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും അധികാരത്താലും എന്നിൽ നിക്ഷിപ്തമായ അധികാരത്താലും കൃത്യമായ ആലോചനയ്ക്കും പതിവ് പ്രാർത്ഥനയ്ക്കും ശേഷം എൻ്റെ സഹോദര ബിഷപ്പുമാരുടെ ഉപദേശം തേടിയതിനു ശേഷവും ഞാൻ ഈ വാഴ്ത്തപ്പെട്ടവരെ ജോൺ ഹെൻറി ന്യൂമാൻ, ജുസപ്പീന വനീനി, മറിയം ത്രേസ്യ ചിറമൽ മങ്കിടിയാൻ, ദുൾച്ചെ ലോപ്പസ് പോന്തസ്, മർഗരീത്ത ബേസ് എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും വിശുദ്ധരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും സഭ മുഴുവനും ഇവരെ വണങ്ങണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇവരെ വിശുദ്ധരാക്കിയ സന്തോഷത്തിന്റെ ആ നിമിഷത്തില് ഹല്ലേലൂയ പാടിക്കൊണ്ട് സന്തോഷം സമൂഹം മുഴുവൻ പ്രകടിപ്പിക്കുകയാണ്. വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. നമുക്ക് 5 വിശുദ്ധർ കൂടി തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള കാർഡിനൽ ന്യൂമാൻ, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള മർഗരീത്ത ബേസ്, ഇറ്റലിയിൽ നിന്നുള്ള ജോസഫീന വന്നീനി, ബ്രസീലിൽ നിന്നുള്ള സിസ്റ്റർ ദൂൾച്ചെ ലോപ്പസ് പോന്തസ്, നമ്മുടെ പ്രിയപ്പെട്ട മറിയം ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യ. ആ സന്തോഷം ഇപ്പോൾ ദൈവജനം പ്രകടമാക്കുന്നു ഹല്ലേലൂയ ഗീതം പാടിക്കൊണ്ട്. നമുക്കിത് ഒത്തിരി അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ്. ഓരോ ഭാരതീയനും കേരളീയനും സീറോ മലബാർ സഭയിലെ ഓരോ അംഗങ്ങൾക്കും നമുക്ക് 4ാമത് ഒരു വിശുദ്ധ കൂടി ചവറയച്ചനും അൽഫോൺസാമ്മയ്ക്കും എവപ്രാസമ്മയ്ക്ക് ശേഷം ഇതാ തിരുസഭ വണങ്ങുന്നതിനായി അൾത്താരയിലേക്ക് മറിയം ത്രേസ്യയായി തൃശ്ശൂരിന്റെ പുത്തൻചെറിയുടെ കുഴിക്കാട്ടുശ്ശേരിയുടെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷന്റെ അഭിമാനമായ അമ്മ ഉയർത്തപ്പെട്ടിരിക്കുന്നു.
cardinale Beccio aveva appunto chiesto al Papa di procedere alla canonizzazione dei beati. ഈ സമയം കാർഡിനൽ പ്രീഫെക്ട് ബെച്ചു മാർപ്പാപ്പയ്ക്ക് ഇവരെ വിശുദ്ധരാക്കിയതിന് നന്ദി പറയുന്ന സമയമാണ്. ഒപ്പം ഇവരെ വിശുദ്ധരാക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്ത എല്ലാവർക്കും അദ്ദേഹം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമുക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഭാരതത്തിൻ്റെ പതാക അവിടെ പാറിപ്പറക്കുകയാണ്. സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ഭാരതത്തിൻ്റെ ഒരു മകൾ കൂടി തിരുസഭയിലേക്ക് വിശുദ്ധയായി ഉയർത്തപ്പെടുമ്പോൾ അത് ജനങ്ങൾ പതാക വീശി തന്നെ അഭിമാനത്തോടെ വരവേൽക്കുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. കോസ് ഓഫ് സെയിൻസിൻ്റെ കാർഡിനൽ പോസ്റ്റ്ലേറ്റർമാരോട് കൂടെ വീണ്ടും മുന്നിലേക്ക് വരുന്നു. 5 വിശുദ്ധരുടെയും പോസ്റ്റ്ലേറ്റർമാരും കർദിനാളും കൂടിയാണ് വരിക. ഏറ്റവും തന്നെ പാടി സ്തുതിക്കുന്ന മനോഹരമായ ഗ്ലോറിയ ഗീതം ഒരുപക്ഷെ ലത്തീൻ ക്രമം പരിചയമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത്യുന്നതങ്ങളിൽ ദൈവസ്തുതി എന്ന മാലാഖമാർ പാടിയ ആ ഗാനം പാടിക്കൊണ്ട് ലത്തീൻ ലിറ്റർജിയിലെ കുർബാനയുടെ ആദ്യ ഭാഗത്ത് തന്നെയുള്ള ഈ ഗാനം നമ്മൾ കുർബാനയിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാനയാണ് ഇനി തുടർന്ന് കുർബാനയുടെ ഭാഗങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. Beatissime Pater, nomine Sancte Ecclesiae e Nixas Giovanni gratias ago. മാർപ്പാപ്പയ്ക്ക് നന്ദി പറയുകയാണ്. A santitate vestra facta, accumili perpetuo ut eadam santitas vestra super per acta canonizzazione litteras apostolicas dignetur decernere. ഇവരെ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കുന്ന അപ്പസ്റ്റോലിക് ലെറ്റർ എത്രയും പെട്ടെന്ന് ഇറക്കണമെന്ന് മാർപ്പാപ്പയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാർപ്പാപ്പ അതിന് സമ്മതിക്കുന്നു. ഇതാ കയ്യടികൾ ഉയരുന്നു. സന്തോഷപ്രകടനം ഉയർന്നാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും മാർപ്പാപ്പയ്ക്ക് നന്ദി പറയുകയാണ്. ഈ 5 പേരെ കൂടി തിരുസഭയിലേക്ക് വിശുദ്ധരായി ഉയർത്തിയതിന്. കുർബാനയുടെ ഭാഗത്തേക്ക് കടക്കുന്നു. ദിവസത്തിന്റെ പ്രാർത്ഥനയാണ് മാർപ്പാപ്പ ചൊല്ലിക്കൊണ്ടിരിക്കുക. Qui te convivit et regnat in unitate Spiritus Sancti Deus per omnia saecula saeculorum. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വചന ശുശ്രൂഷയിൽ
3 വായനകളാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലുള്ളത്. ഒന്നാമത്തെ വായന ഇംഗ്ലീഷ് ഭാഷയിലാണ് വായിക്കുക. രണ്ടാമത്തെ വായന ഇറ്റാലിയൻ ഭാഷയിലും, സുവിശേഷം 2 ഭാഷയിൽ വായിക്കുന്നുണ്ട്, ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും. ഒന്നാമത്തെ വായന 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം അധ്യായം 14 മുതൽ തിരുവചനങ്ങൾ. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിൻ്റേതുപോലെയായി. അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു എന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിന്റെ അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഞാൻ സ്വീകരിക്കുകയില്ല. അപ്പോൾ നാമാൻ പറഞ്ഞു, സ്വീകരിക്കുകയില്ലെങ്കിൽ 2 കഴുതച്ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ സമർപ്പിക്കുകയില്ല. Because your servant will no longer offer holocaust or sacrifice to any god except the Lord. Verbum Domini. ദൈവവചനമാണ് നാം കേട്ടത്. തുടർന്ന് റെസ്പോൺസോറിയൽ സാമാണ്. ഒരു സങ്കീർത്തനം 2 ഗണമായിട്ട് മനോഹരമായി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ ചടങ്ങ്. പ്രതിവചന സങ്കീർത്തനം നമുക്ക് ഈ നിമിഷം ശ്രവിക്കാം. 97-ാം സങ്കീർത്തനമാണ് അവിടെ ആലപിക്കുക. ദൈവം തൻ്റെ ജനത്തോട് വലിയ നീതിയും ന്യായവും കാണിച്ചിരിക്കുന്നു എന്നാണ് ജനം മുഴുവൻ ഏറ്റുചൊല്ലേണ്ട ആ ഭാഗം. ലോർഡ് ഹാസ് ഷോൺ ഹിസ് സാൽവേഷൻ ടു ദ നേഷൻസ്. The Lord has shown his salvation to the nations. ദൈവം തൻ്റെ രക്ഷ ഈ ജനത്തിന്, ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. Cantate al Signore un canto nuovo, perché ha compiuto meraviglie. Gli ha dato vittoria alla sua destra. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. 98-ാം സങ്കീർത്തനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോട് രക്ഷ കാണിച്ചിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. Gridate, esultate, cantate inni. ദൈവം തൻ്റെ ജനത്തോട് രക്ഷ കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വായനയാണ്
ഇറ്റാലിയൻ ഭാഷയിലാണ് രണ്ടാമത്തെ വായിക്കുക. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 2-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള Dalla വാക്യങ്ങൾ. seconda lettera di San Paolo Apostolo a Timoteo. Figlio mio, എന്റെ ricordati di സുവിശേഷത്തിൽ Gesù Cristo, പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ risorto dai ദാവീദിന്റെ morti, വംശജനും മരിച്ചവരിൽ discendente di ഉയർത്തവനുമായ Davide, യേശു ക്രിസ്തുവിനെ come io സ്മരിക്കുക. annuncio nel mio Vangelo, ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങു വയ്ക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. നാം അവനെ നിഷേധിക്കുമെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. Lui pure ci rinnegherà. Se siamo infedeli, lui rimane fedele, perché non può rinnegare se stesso. Verbum Domini. ദൈവവചനമാണ് നാം കേട്ടത്. ഈ സമയം ലത്തീൻ റീത്തിലെ വളരെ മനോഹരമായൊരു ഭാഗമാണ്. ഡീക്കൻ സുവിശേഷ ഗ്രന്ഥം ബേമയിലേക്ക് കൊണ്ടുവരുന്ന കർമ്മമാണ്. ആംബോയിലേക്ക് സുവിശേഷ ഗ്രന്ഥവുമായിട്ട് തിരിക്കാലുകളുടെയൊക്കെ അകമ്പടിയോടുകൂടെ ഡീക്കൻ കടന്നു വരുന്നു. മനോഹരമായ ഹല്ലേലൂയ ഗീതമാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ വചനം ശ്രവിക്കുവാനായി ഡീക്കൻ ഈ നിമിഷം പരിശുദ്ധ പിതാവിൽ നിന്ന് ധൂപാർപ്പണം നടത്തുവാൻ ധൂപം ആശീർവദിച്ച് നൽകുന്നു പരിശുദ്ധ പിതാവ്. പിന്നീട് ഡീക്കൻ ആ ധൂപം സുവിശേഷ ഗ്രന്ഥത്തെ ധൂപിക്കുന്നതാണ്. രണ്ട് ഭാഷയിലും വായിക്കുന്ന ഡീക്കന്മാരാണ്. ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും രണ്ടുപേരും മാർപ്പാപ്പയുടെ ആശീർവാദം വാങ്ങിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ ഗീതങ്ങൾക്കിടയിലൂടെയുള്ള ദൈവവചനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വചനം വായിക്കുന്നതിന് വേണ്ടി അംബോയിലേക്ക് അവർ ആനയിക്കപ്പെടുകയാണ് ശുശ്രൂഷകരാൽ. അൾത്താരയിൽ നിന്നും ദൈവവചനം വചനഗ്രന്ഥം അവരെടുക്കുന്നു. സ്വർഗീയ ഗാനമായ ഹല്ലേലൂയ പാടിക്കൊണ്ട് വിശ്വാസികളെല്ലാവരും ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് വചനം ശ്രവിക്കുവാനായിട്ട് അവരുടെ ഹൃദയത്തെ അവർ ഒരുക്കുന്ന നിമിഷങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിക്കുക. ലത്തീൻ ഭാഷയിലാണ് ആദ്യത്തെ വചനഭാഗം വായിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശുദ്ധ സുവിശേഷം ഈ നിമിഷം ഡീക്കൻ ധൂപിക്കുകയാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവൻ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. Domirent mundati sunt, onus autem exilis, ut vidit quia sanatus est, regressus est cum magna voce magnificans Deum. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Non sunt inventi qui retirent, ut daret gloriam Deo, nisi hic alienigena, et aetili surge vade, fides tua te salvum fecit, verbum Domini. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവമേ, അങ്ങേക്ക് സ്തുതി. തുടർന്ന് ഗ്രീക്ക് ഭാഷയിലെ ഈ സുവിശേഷം വീണ്ടും വായിക്കാൻ പോവുകയാണ്. ഒരുപാട് ഭാഷ സംസാരിക്കുന്നവർ ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഭാഷകളിൽ അവരെയൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് പല ഭാഷകളിൽ വായിക്കുക. സഭ സാർവത്രികമാണ് എന്ന് പറയുന്നതിൻ്റെ വലിയൊരു മകുടോദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Ec tu cata Lucana io Evangeliu to anagnosma. Προσκομέν το καιρό εκείνο εγένετο εν το πορεύεστε τον Ιησούν εις Ιερουσαλήμ και αυτός διήρχετο διαμέσων Σαμαρίας και Γαλιλαίας και εισερχομένου αυτού εις την ακόμην απήντησαν αυτό 10 λεπροί άντρες. Οι έστησαν πορωθέν και αυτοί ήραν φωνήν λέγοντες. Ιησού επιστάτα ελέησον ημάς και ειδών είπεν αυτοίς πορευθέντες επιδείξατε εαυτούς της ιερεύσιν και γένετο εν το υπάγειν αυτούς εκαθαρίστησαν. Εις δε εξ αυτών ειδών ότι οι άθη υπέστρεψεν μετά φωνής
μεγάλης δοξάζων των Θεών και έπεσεν επί πρόσωπον παρά τους πόδας αυτού ευχαριστών αυτό και αυτός ειν Σαμαρίτης αποκριθείς δε ο Ιησούς είπεν ουχή οι 10 εκαθαρίστησαν οι δε 9 που ουκ ευρέθησαν υποστρέψαντες δούνε δόξαν το Θεό ημί ο αλλογενής αυτός και είπεν αυτό Αναστάς πορεύου η πίστη σου σε σοκένσε തുടർന്ന് മാർപ്പാപ്പയുടെ വചന സന്ദേശമാണ്. ഇറ്റാലിയൻ ഭാഷയിലാണ് മാർപ്പാപ്പ വചന സന്ദേശം നൽകുക. ഈ സമയം തിരുക്കാലുകളുടെ അകമ്പടിയോടുകൂടെ ഡീക്കന്മാര് വിശുദ്ധ ഗ്രന്ഥം മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മാർപ്പാപ്പ വാങ്ങി ചുംബിക്കുന്ന കർമ്മം കൂടിയുണ്ട്. ദൈവവചനത്തോടുള്ള എല്ലാ ബഹുമാനത്തും സൂചിപ്പിക്കുന്ന മനോഹരമായ കർമ്മമാണ് ദൈവവചനത്തെ ചുംബിക്കുന്ന മാർപ്പാപ്പ. മാർപ്പാപ്പ വിശുദ്ധ ഗ്രന്ഥം ആശീർവാദിച്ചുകൊണ്ട് ജനങ്ങളെ ഈ നിമിഷം വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശീർവാദം നൽകുന്നു. മാർപ്പാപ്പ വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ച് ഡീക്കന് തിരിച്ചു നൽകി. അതിനുശേഷം മാർപ്പാപ്പയുടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക്. എല്ലാവരും ഇരുന്ന് മാർപ്പാപ്പയുടെ നല്ല ചൂടുള്ള സമയമാണ്. ഏകദേശം 11 മണിയായി. എങ്കിലും എല്ലാവരും അനേകായിരങ്ങൾ വളരെ സന്തോഷത്തോടും ആദരവോടും താല്പര്യത്തോടും കൂടെ മാർപ്പാപ്പയെ ശ്രവിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറി മാർപ്പാപ്പ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കും. Il punto di arrivo del Vangelo odierno che ci mostra il cammino della fede. ഇന്നത്തെ സുവിശേഷം വിശ്വാസത്തിന്റെ ഒരു വഴിയാണ് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുക. വിശ്വാസത്തിന്റെ വഴിയിലൂടെ ആ കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുത്തേക്ക് വരുന്നു, യേശുവിന് നന്ദി പറയുന്നു. ആ കുഷ്ഠരോഗികൾ വളരെ കഷ്ടപ്പാട് സഹിച്ചിരുന്ന വളരെ കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് യേശുവിനെ കണ്ടുമുട്ടുക. ആ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവര് അവർക്ക് സമൂഹത്തിൽ നിന്ന് മാറി മറ്റുള്ളവരെ കാണുമ്പോൾ ഒഴിഞ്ഞു നിൽക്കേണ്ടവരാണ്. അവര് ഒരുപാട് ദൂരെ നിന്നാണ് കർത്താവിനെ ആദ്യം നോക്കുക. യേശുവാണ് അതിലൂടെ പോകുന്നത് എന്ന് കേട്ടപ്പോൾ ഉറച്ച സ്വരത്തില് വളരെ ഉറക്കെ അവര് യേശുവിനെ നീട്ടി വിളിക്കുകയാണ്. യേശു ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യേശു അവരെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും സ്വയം അടയപ്പെടേണ്ടവരല്ല നമ്മളാരും. ദൈവത്തിലേക്ക് നീട്ടുന്ന കൈകള് ദൈവം തീർച്ചയായും കാണും. ദൈവം നമ്മുടെ ഒറ്റപ്പെട്ടവരുടെ നിലവിളി ദൈവം ശ്രവിക്കുന്നുണ്ട്. നമുക്കും സുഖപ്പെടലിന്റെ ആവശ്യമുണ്ട്, നമ്മളെല്ലാവർക്കും അത് ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൗഖ്യത്താൽ സുഖപ്പെടേണ്ടവരാണ്. നമുക്കൊരുപാട് പേടികളൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ
dipendenze, അടിമകളാണ്. di attaccamenti al gioco, ai soldi, നമ്മൾ alla അതിൻ്റെ കളികളോട്, televisione, al പണത്തോട് cellulare, ഒക്കെ al നമ്മൾ giudizio അതിൻ്റെ degli അടിമകളാണ്. altri. Il Signore libera e guarisce il cuore. ദൈവം നമ്മുടെ Se lo ഹൃദയത്തെ invochiamo, സുഖപ്പെടുത്തുന്നവനാണ്. se gli diciamo, Signore, io credo നമുക്ക് che പറയാം, puoi ദൈവമേ risanarmi, ഞാൻ വിശ്വസിക്കുന്നു, guariscimi എന്നെ dalle mie സുഖപ്പെടുത്തുക, chiusure, എന്നെ liberami dal ശുദ്ധനാക്കുക, male e dalla paura, Gesù. എല്ലാ പേടികളിൽ നിന്നും എന്നെ ശുദ്ധനാക്കുക. I leprosi sono i primi in questo Vangelo a invocare il nome di Gesù. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ കുഷ്ഠരോഗികളാണ് ആദ്യമായിട്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. sulla croce. Gente bisognosa invoca il nome di Gesù. ആവശ്യമുള്ളവര് che significa ദൈവത്തിന്റെ യേശുവിന്റെ Dio നാമം salva. വിളിച്ചപേക്ഷിക്കുന്നു. ദൈവം അവരെ രക്ഷിക്കുന്നു. Chiamano Dio per nome. ദൈവം in modo ദൈവത്തെ diretto, അവര് spontaneo. നേരിട്ട് ദൈവത്തെ പേര് Chiamare per ചൊല്ലി nome ദൈവത്തെ è നേരിട്ട് segno di ജെസു എന്ന് confidenza വിളിക്കുകയാണ്. e al Signore piace. ദൈവം അത് La fede ഇഷ്ടപ്പെടുന്നുണ്ട് cresce നമ്മൾ അങ്ങനെ così, വിളിക്കുന്നത്. con l'invocazione fiduciosa, portando a പ്രത്യാശയോടുള്ള Gesù quel che നമ്മുടെ siamo, അപേക്ഷകൾ a cuore aperto, തീർച്ചയായിട്ടും ദൈവം senza കേൾക്കുന്നുണ്ട്. nascondere le nostre miserie. Invochiamo con fiducia നമുക്ക് ഒരുപാട് ogni giorno il പ്രത്യാശയോടെ nome di എല്ലാ Gesù. ദിവസവും ദൈവത്തെ Dio വിളിച്ചപേക്ഷിക്കാം. salva. ദൈവം നമ്മെ രക്ഷിക്കും. Ripetiamolo e pregare. നമുക്ക് അത് ആവർത്തിക്കാം. Dire Gesù ദൈവം നമ്മെ e രക്ഷിക്കും. pregare. La preghiera è la porta della fede. La പ്രാർത്ഥന preghiera è വിശ്വാസത്തിലേക്ക് നമ്മൾ medicina നയിക്കും. del cuore. പ്രാർത്ഥന ഹൃദയത്തിന്റെ ഒരു മരുന്നാണ്. E la seconda tappa. ഇതിന്റെ രണ്ടാമത്തെ Nel ഭാഗം breve Vangelo di oggi compaiono una decina di verbi di movimento, ma a colpire è soprattutto il fatto che i leprosi non vengono guariti quando stanno fermi davanti a Gesù, ഈ ma കുഷ്ഠരോഗികള് dopo, mentre യേശുവിന്റെ camminano. മുൻപിൽ വെച്ചിട്ടല്ല സുഖപ്പെടുന്നത്. അവര് Mentre essi നടന്നു andavano, പോകുമ്പോഴാണ്. furono purificati, അവര് dice il Vangelo. പുരോഹിതരെ തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ Vengono പോകുമ്പോഴാണ് guariti സുഖപ്പെടുത്തുന്നത്. andando a Gerusalemme, cioè mentre affrontano un cammino in salita. അവര് ജെറുസലേമിലേക്കുള്ള ഒരു കയറ്റം, ആ കുന്നിൻ മുകളിലേക്കുള്ള കയറ്റത്ത് Un cammino che അതൊരു è ഒരു spesso in salita. നടന്നുവരവാണ്. ദൈവത്തിന്റെ അടുത്തിലേക്കുള്ള ഒരു നടന്നുവരവ്, ഉയരങ്ങളിലേക്കുള്ള La fede ഒരു richiede un നടന്നുപോക്ക്. cammino, un'uscita. Fa വിശ്വാസവും miracoli se അങ്ങനെയാണ്. usciamo dalle nostre certezze നമ്മുടെ accomodanti. ഉറപ്പുകളിൽ Se നിന്നൊക്കെ lasciamo i nostri ദൈവത്തിലേക്കുള്ള porti ഒരു rassicuranti, നടന്നുകയറ്റമാണ് i വിശ്വാസം. nostri nidi confortevoli. La fede aumenta col dono e cresce col rischio. നമ്മുടെ വിശ്വാസം cresce col വർദ്ധിക്കുന്നു. rischio. അത് ഒരുപാട് La റിസ്കുകളുണ്ട് fede വിശ്വാസം procede വർദ്ധിക്കുമ്പോൾ. quando andiamo avanti equipaggiati di fiducia in Dio. La fede si fa strada attraverso passi umili e passi concreti. Come umili e വിശ്വാസം concreti നമ്മെ furono കൂടുതൽ il cammino dei എളിമയുള്ളവരാക്കുന്നു. leprosi e il എളിമയുടെ bagno വഴികളിലൂടെ നമ്മെ nel നയിക്കും. fiume Giordano di Naaman. നാമാന്റെ E così ആ കാര്യത്തിലേക്ക് കൂടെ മാർപ്പാപ്പ anche per കടക്കുകയാണ്. noi avanziamo nella fede. നാമാനെ പോലെ നമുക്കും ഒരു നന്മ നിറഞ്ഞ ഹൃദയത്തോടെ Invocando Gesù യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ മുൻപിൽ അവനുണ്ട്. C'è un altro aspetto interessante nel cammino dei leprosi. ഈ കുഷ്ഠരോഗികളുടെ വരവില് അവർ ഒരുമിച്ചാണ് വന്നത്. E furono purificati, dice il Vangelo. അവർ പോകുന്ന വഴിക്ക് എല്ലാവരും സുഖപ്പെട്ടു. La fede anche è camminare insieme. വിശ്വാസം ഒരുമിച്ച് പോക്കലാണ്, ഒരുമിച്ച് നടക്കലാണ്. Per una volta guariti, 9 vanno per conto loro e solo ഇനി uno torna അസുഖം a ഭേദപ്പെട്ടപ്പോ ringraziare. അവരവരുടെ Gesù വഴിക്ക് allora പലരും പോയി. esprime tutta la sua amarezza. E gli altri dove sono? Sembra യേശു quasi che ചോദിക്കുന്നുണ്ട്, chieda ബാക്കിയുള്ളവരെവിടെ? conto degli altri 9 അവരവരുടെ സ്വന്തം all'unico che è ഇഷ്ടപ്രകാരം tornato. പോയി. È vero, è il compito nostro di noi നമ്മുടെ che siamo qui a fare പാഠം, നമ്മൾ Eucaristia, ഇന്ന് പഠിക്കേണ്ട cioè പാഠം, ringraziare. വിശുദ്ധ È കുർബാന compito nostro ഒരു prenderci കൃതജ്ഞതാ cura ബലിയാണ്. di chi ha നമുക്ക് smesso ലഭിച്ച di camminare, എല്ലാ di chi ha നന്മകൾക്കും perso നന്ദി la പറയാനുള്ള strada. അവസരമാണ്. Siamo custodi dei fratelli lontani, നമ്മൾ tutti noi. ദൂരെയുള്ള നമ്മുടെ Siamo സഹോദരന്മാരുടെ intercessori per loro. അവരുടെ Siamo സംരക്ഷകർ responsabili കൂടിയാണ്. per loro, chiamati cioè a rispondere di loro, a prenderli a cuore. Vuoi crescere nella fede? വിശ്വാസത്തിൽ നമുക്ക് വളരാം. Che sei oggi qui. നീ Vuoi ഇന്ന് crescere nella ഇവിടെയാണ്. fede? നിനക്ക് വിശ്വാസത്തിൽ Prenditi വളരേണ്ടേ. cura di un fratello lontano. അങ്ങനെ വേണമെങ്കിൽ di una sorella ദൂരെയുള്ള lontana. ഒരു സഹോദരനെ സഹോദരിയെ നീ നിന്റെ കൂടെ Invocare, പിടിക്കുക. camminare, ringraziare.
E l'ultima tappa. Solo അവസാനത്തെ quello che ringrazia പാഠം, Gesù gli dice la tua fede ti ha salvato. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത് എന്ന് കർത്താവ് പറയുന്നുണ്ട് അവനോട്. Neanche salvo. Questo ci dice che il punto di arrivo non è la salute, non è lo stare bene, ma l'incontro con Gesù. ദൈവവുമായിട്ട് കണ്ടുമുട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Bere un bicchiere d'acqua per രക്ഷയുടെ stare in forma. അടിസ്ഥാനം അതാണ്, ദൈവവുമായിട്ട് കണ്ടുമുട്ടുക. Che è Gesù. Solo lui libera dal male. Solo lui guarisce il cuore. Solo യേശുവിനാണ് നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ സാധിക്കുക. rende la vita piena e bella. Quando si incontra Gesù, നമ്മൾ യേശുവിനെ കാണുമ്പോൾ grazie. ഓട്ടോമാറ്റിക്കായിട്ട് Perché si നമ്മുടെ ഉള്ളിൽ scopre നിന്ന് la cosa più importante നന്മ della നിറഞ്ഞ് vita, non ഒഴുകും. ricevere una grazia o risolvere un guaio, ma abbracciare il Signore della vita. E questa è la cosa più importante della vita, abbracciare il Signore della vita. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് Bello പിടിക്കാൻ. vedere quell'uomo guarito che era un samaritano, esprime la gioia con tutto se സമരിറ്റനായിട്ടുള്ള ആ മനുഷ്യൻ മാത്രമാണ് യേശുവിനെ കാണാൻ വീണ്ടും തിരിച്ചു വരിക. stesso. Prostra, ringrazia. അവൻ ദൈവത്തോട് നന്ദി പറയാനാണ് തിരിച്ചു വന്നത്. ആ വിശ്വാസത്തിന്റെ വഴിയിൽ അവന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ അവൻ തിരികെ യേശുവിന്റെ അടുത്തേക്ക് വരുമെന്നു. നമ്മളും നമ്മുടെ ദിവസമൊക്കെ ജീവിക്കുന്നു. നമുക്കും നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം ദൈവത്തിനുള്ള ഒരു കൃതജ്ഞതയായിട്ട് അർപ്പിക്കാൻ സാധിക്കണം. നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ദൈവത്തിന് നന്ദി പറയുന്നതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കടമ. ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറയുക എന്ന് പറയുന്നത് ഒരു നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു കെർട്ടസി അല്ല, മറിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. Ascoltate bene, dire grazie è നന്ദി പറയല് ഒരു ആന്റിഡോട്ടാണ്. അത് അല്ലെങ്കിൽ ഒരു വിഷത്തിന് മറുമരുന്നാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. anche in famiglia, tra sposi, ricordarsi di dire grazie. ഒരിക്കലും മറക്കരുത് നന്ദി പറയാനായിട്ട്. നന്ദി, താങ്ക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു വാക്കാണ്, പക്ഷെ അത് ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുക. അതെ, 3 പേര്, ഇന്നത്തെ വിശുദ്ധർ 3 പേര് വിശുദ്ധരായിട്ടുള്ള കന്യാസ്ത്രീമാരാണ്. Quanto è potente la preghiera semplice, la sopportazione paziente, മാർഗരീത്ത ബേസിനെ കുറിച്ചാണ് മാർപ്പാപ്പ ഇപ്പോൾ പറയുക. Attraverso queste cose il Signore ha fatto rivivere in lei lo splendore della Pasqua, proprio nella sua umiltà. അവളുടെ എളിമയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യയായിട്ട് ജീവിച്ച ഒരു അൽമായ ആയിട്ട് ജീവിച്ച ഒരു വിശുദ്ധ, വളരെ ശാന്തമായിട്ട് സൈലന്റായിട്ട് യേശുവിനെ പിൻചെന്ന ഒരു വിശുദ്ധ. Buono, amabile, cortese, ingenuo, modesto, non accampa pretese. Il suo comportamento è talmente lontano dall'ostentazione e dalla ricercatezza che a prima vista si può facilmente prenderlo per una persona ordinaria. വെറും ഒരു അൽമായയായിട്ട് ജീവിച്ച ആ വിശുദ്ധയെ കുറിച്ചാണ് പറയുക. Luci gentili tra l'oscurità del mondo. Gesù resta con noi e noi cominceremo a brillare come tu brilli, a brillare in modo da essere una luce per gli altri. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി അങ്ങ് പ്രകാശിക്കണമേ എന്നുള്ളൊരു ആശംസയോട് കൂടിയിട്ടാണ് മാർപ്പാപ്പ അവസാനിപ്പിക്കുക. വളരെ ടിപ്പിക്കലായിട്ടുള്ള ഈ സമയം വളരെ ശാന്തമായിട്ട് ഈ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് അവിടെ അനൗൺസ് ചെയ്യും.
Rimaniamo alcuni istanti a meditare in silenzio. Let us reflect in silence for some brief moments. നിശബ്ദമായി നമ്മൾ ഈ കേട്ട വചനത്തെ പറ്റി ധ്യാനിക്കാം. Meditemos brevemente en silencio. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വിശ്വാസികളും കൃപയിലായിട്ട് കൂടി പ്രാർത്ഥനാപൂർവം നിശബ്ദതയിൽ ഈ വചനത്തെ ധ്യാനിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിശബ്ദമായി ഫ്രാൻസിസ് പാപ്പ കൊടുത്ത സന്ദേശത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മറിയം ത്രേസ്യ അമ്മയുടെ ഒരു പടം നമുക്ക് കാണാം. തുടർന്ന് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രമാണം ഗ്രിഗോറിയം ചാൻഡിൻ്റെ മനോഹരമായ മനോഹാരിതയിൽ ആലപിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസ പ്രമാണം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നു. നമുക്കും ഒന്ന് ചേർന്ന് വത്തിക്കാൻ കൊയറിനൊപ്പം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടത്താം. കുടുംബങ്ങളിൽ നിന്ന് ഇത് കാണുന്നവരെല്ലാവരും തന്നെ ഈ നിമിഷം വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഒരു വിശ്വാസം നമുക്ക് വർദ്ധിക്കാൻ, തിരുസഭയുടെ വിശ്വാസം നമുക്ക് വർദ്ധിക്കാൻ വേണ്ടി ഈ നിമിഷം നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി തിരുസഭയ്ക്കൊപ്പം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. Substantia